ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് പോയ ചെറിയൊരു ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങൾ ഗുണ്ടൽപേട്ടാണ് പോയത്. ആ സമയത്ത് പൂക്കളൊക്കെയുള്ള ടൈമാണല്ലോ, അതുകൊണ്ട് പൂക്കളും അതുപോലെ തന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഹിമവത് ഗോപാലസ്വാമി ഹിൽസ്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഏട്ടനും ഫാമിലി എല്ലാവരും കൂടിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആ മൗണ്ടനിലുള്ള അമ്പലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളെ വണ്ടി കൊണ്ട് മേലേക്ക് പോകാൻ പറ്റില്ല. അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അവരെ ബസ്സുണ്ട്, അതിൽ കയറിയിട്ടാണ് ഞങ്ങൾ മേലേക്ക് പോയത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. കാരണം മേലേക്ക് പോയ ബസ്സുകളെല്ലാം തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മേലേക്ക് കയറി പോകാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്ത്. ഞങ്ങൾ പോയ സമയം ഏകദേശം 1 മണി, നല്ല ഉച്ച സമയമായിരുന്നു. നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ പോകാനിരുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിൽ, നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ എവിടുന്നോ ഒരു മഴക്കാർ ഇങ്ങനെ വരുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളെ ബസ് വന്നു. ബസ് കയറി ഞങ്ങൾ മേലോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നേരിട്ടുണ്ടായ ആ ഭംഗിയുടെ ഒരു പകുതി പോലും ഈ വീഡിയോയിലൂടെ എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു മേലേക്ക് കയറി പോകുമ്പോണ്ടായിരുന്നത്. നമ്മൾ മേലെ എത്തിയ സമയത്ത് താഴെ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തികളും നല്ല മല്ലിക ചെടികളും എല്ലാം മേലെ ഇങ്ങനെ ഓരോ കാണുന്നുണ്ടായിരുന്നു. ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി മല്ലിക മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു ടെമ്പിളിൽ നമ്മൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോയേനെ. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചയും നല്ല ഭംഗിയായിരുന്നു. മേലെ ആ അമ്പലത്തിൽ കയറി ചെന്നിട്ടുള്ള അവിടുത്തെ വ്യൂ ആണെങ്കിൽ അതിലേറെ ഭംഗിയുള്ളതായിരുന്നു. വീഡിയോയിൽ അതിൻ്റെ ഒരു അംശം പോലും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. നേരിട്ട് പോയിട്ട് തന്നെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. നല്ല കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല വെയിലത്താണ് താഴേന്ന് മേലോട്ട് വന്നത്. പക്ഷേ മേലെ എത്തുമ്പോൾ ആ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മഴക്കാറ് പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ മുടിയൊക്കെ പറക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം നല്ല കാറ്റ് വീശുന്നുണ്ടെന്ന്. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് ഞങ്ങൾ കുറേ സമയം നിന്നു, കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേങ്കിൽ ഫോട്ടോ ഒന്നും എടുക്കുമ്പോൾ അധികം നിൽക്കാൻ പറ്റുന്നില്ല. കാരണം മുടിയൊക്കെ ഏതോ വഴിക്കാണ് പോകുന്നത്. അതുകൊണ്ട് എന്തൊക്കെയോ എടുത്തു. ഞങ്ങൾ ഈ ഉച്ച സമയത്ത് പോയിട്ട് തന്നെ നല്ല കിടു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് കോടയൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ു. അതുപോലെ തന്നെ പുറത്തുള്ള ഈ നല്ല അടിപൊളി കാഴ്ചയൊക്കെ കുറച്ച് സമയം കണ്ടു നിന്നു. പിന്നെ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. കാറ്റും തണുപ്പൊക്കെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. എനിക്കപ്പോഴത്തേക്കും തുമ്മലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളധികം അവിടെ നിന്നില്ല, താഴോട്ടേക്ക് തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോഴായാലും കണ്ട കാഴ്ച പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയായിരുന്നു. വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നിക്കുന്ന സ്ഥലമാണ് അതൊക്കെ. താഴെ ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ പോകുന്ന വഴിക്ക് തന്നെ കുറേ മല്ലിക ചെടികളും അതുപോലെ തന്നെ സൂര്യകാന്തികളും പോകുന്നത് തന്നെ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയം ഏകദേശം പൂവിൻ്റെ സീസണൊക്കെ കഴിയാറായപ്പോഴായിരുന്നു. കാരണം സൂര്യകാന്തി ഒട്ടുമിക്ക സ്ഥലത്തെല്ലാം കുറേ വിളവെടുപ്പ് കഴിഞ്ഞിട്ടും വാടിപ്പോയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവസാന സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ കാണാൻ പോയത്. അപ്പോൾ ഇതൊരു കുഞ്ഞു ട്രിപ്പായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.